അയൺ മാൻ. ലോകത്ത് ഏറ്റവും കൂടുതൽ ആരാധകരുള്ള സൂപ്പർ ഹീറോ കഥാപാത്രങ്ങളിലൊന്ന്. അയൺ മാൻ എന്ന് കേട്ടാൽ നമുക്ക് മനസ്സിൽ വരിക ഒരു സുന്ദരൻ്റെ മുഖമാണ്. റോബർട്ട് ഡൗണി ജൂനിയർ, അതാണ് അയൺ മാൻ്റെ ശരിയായിട്ടുള്ള പേര്. ലോകത്ത് ഏറ്റവും കളക്ഷൻ നേടിയ ചിത്രങ്ങളിലെ അഭിനേതാവും ഹോളിവുഡിലെ സൂപ്പർ താരവുമാണ് റോബർട്ട്. ലോകത്തെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള 100 പേരുടെ ടൈം മാഗസിൻ പട്ടികയിലും റോബർട്ട് ഉൾപ്പെട്ടിരുന്നു. എന്നാൽ സിനിമാ കഥ പോലെ അത്ര ത്രില്ലിംഗ് അല്ല അദ്ദേഹത്തിൻ്റെ സങ്കട ജീവിതകഥ. 1965 സിനിമാ സംവിധായകനായ റോബർട്ട് സീനിയറിൻ്റെയും നടി എൽസിയുടെയും മകനായിട്ടാണ് റോബർട്ടിൻ്റെ ജനനം. സിനിമാ കുടുംബമായിരുന്നുവെങ്കിലും ദാരിദ്ര്യം വേട്ടയാടിയ കുടുംബമായിരുന്നു അത്. മറ്റൊരു ശാപം കൂടി ആ കുടുംബത്തിനുണ്ടായിരുന്നു. റോബർട്ട് സീനിയർ ലഹരിക്ക് അടിമയായിരുന്നു. എൽസി ആകട്ടെ കടുത്ത മദ്യപയും. 6-ാം വയസ്സിൽ റോബർട്ടും രാസലഹരി ഉപയോഗിച്ചു തുടങ്ങി. അതിനായിട്ട് പണം നൽകിയതാകട്ടെ സ്വന്തം പിതാവ് തന്നെയാണ്. റോബർട്ടിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അതൊരു സ്നേഹ സമ്മാനമായിരുന്നത്രേ. 1977 മാതാപിതാക്കൾ വേർപിരിഞ്ഞു. 12 വയസ്സുകാരനായ റോബർട്ട് അക്കാലത്ത് സിനിമകളിൽ ബാലവേഷങ്ങളിൽ മുഖം കാണിച്ചിരുന്നു. അഭിനയം തന്നെയായിരുന്നു കുട്ടിക്കാലം മുതൽക്കേ ലക്ഷ്യവും ഇഷ്ടവും. അതിനായിട്ടാണ് റോബർട്ട് ജീവിച്ചത് തന്നെ. സിനിമയിൽ അവസരം തേടുവാൻ ഓഡീഷനുകൾക്ക് പോയി തുടങ്ങിയ റോബർട്ടിന് ജീവിതത്തിൽ പിടിച്ചു നിൽക്കുവാനായിട്ട് പല ജോലികളും ചെയ്യേണ്ടി വന്നു. റെസ്റ്റോറൻറ്റുകളിൽ മേശ വൃത്തിയാക്കുന്ന ക്ലീനറായും ചെരുപ്പുകടയിൽ ഷൂ എടുത്തു കൊടുക്കുന്നയാളായും ഇടയ്ക്കിടെ നാടകങ്ങളിൽ ചെറുവേഷങ്ങൾ അഭിനയിച്ചുമാണ് നിത്യവൃത്തിക്ക് അദ്ദേഹം പണം കണ്ടെത്തിയത്. 1983 ബേബി ഇറ്റ്സ് യു എന്ന ചിത്രത്തിലാണ് റോബർട്ട് ആദ്യമായി അഭിനയിച്ചത്. എന്നാൽ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രം പ്രദർശനത്തിനെത്തിയപ്പോൾ റോബർട്ട് അഭിനയിച്ച രംഗങ്ങൾ വെട്ടി നീക്കിയിരുന്നു. ഇതോടെ സിനിമയോടുള്ള അഭിനിവേശം അവസാനിപ്പിച്ച് നാടകങ്ങളിലായി ശ്രദ്ധ. ഇടയ്ക്കിടെ ചില സിനിമകളിൽ ചെറുവേഷങ്ങളും ലഭിച്ചിട്ടുണ്ട്. അക്കാലത്താണ് US-ലെ ഹിറ്റ് കോമഡി പരിപാടിയായ സാറ്റർഡേ നൈറ്റ് ലൈവിൽ പങ്കെടുക്കുവാൻ റോബർട്ടിന് അവസരം ലഭിച്ചത്. ഒരുപാട് പ്രതീക്ഷകളുമായി ചെന്നെങ്കിലും നിരാശയായിരുന്നു ഫലം. അഭിനയം പോരെന്ന് പറഞ്ഞ് റോബർട്ടിനെ പുറത്താക്കി. US-ലെ പ്രമുഖ വിനോദ മാസിക റോളിംഗ് സ്റ്റോൺ സാറ്റർഡേ നൈറ്റ് ലൈവിലെ ഏറ്റവും മോശം അഭിനേതാവാണ് റോബർട്ട് എന്ന് വിധി എഴുതുകയും ചെയ്തു. ഇതോടെ അദ്ദേഹം ഏറ്റവും കടുത്ത സമ്മർദ്ദത്തിലേക്ക് നീങ്ങി. എന്നാൽ എല്ലാ വിധിയെഴുത്തുകളെയും മറികടന്ന് സിനിമയിൽ തൻ്റെ കയ്യൊപ്പ് രേഖപ്പെടുത്തുമെന്ന് ഉറപ്പിക്കുകയായിരുന്നു റോബർട്ട്. മെല്ലെ മെല്ലെ റോബർട്ടിൻ്റെ അഭിനയ ജീവിതം പച്ചപിടിക്കുകയും അതുപോലെ പ്രാധാന്യമുള്ള വേഷങ്ങൾ ലഭിക്കുകയും ചെയ്തു. പിന്നാലെ